മോഹൻ രേവതി ഒരു കോംബോ, മണിരത്നം തന്നെയാണ് ആ ഒരു കോംബോ കൊണ്ടുവന്നത്, മൗനരാഗം എന്ന് പറയുന്ന ഒരു സിനിമ. ഇതേ കോംബോനെ വെച്ചിട്ടാണ് അഞ്ജലി പ്ലാൻ ചെയ്തത്. ശരിക്കും മൗനരാഗത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ, അതായത് മൗനരാഗത്തിലെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് അതിൽ. മോഹന്റെ ഒരു ക്യാരക്ടറും രേവതിയുടെ ക്യാരക്ടറും, ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് രേവതിക്ക് വേറൊരു ലവർ ഉണ്ടായിരുന്നു. രേവതിക്ക് ഈ ഒരു ഭർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെയാണ്, ഒരു അറേഞ്ച് മാരേജിലെ കോൺഫ്ലിക്ട്സ് ഒക്കെയാണ്. പിന്നീട് അവർ ഒന്നിക്കുന്നത് തന്നെയാണ്, രേവതിക്ക് ഭർത്താവിനോട് ഇഷ്ടം തോന്നി ഒന്നിക്കുന്നൊക്കെയായിരുന്നു മൗനരാഗത്തിന്റെ കഥ. അപ്പോൾ ഇവരുടെ അതിനുശേഷമുള്ള ഇവരുടെ ലൈഫ്, ഇവർക്ക് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ആ ഒരു രീതിയിലാണ് മണിരത്നം ഒന്ന് പ്ലാൻ ചെയ്തത് അഞ്ജലി. പക്ഷെ മോഹനും മണിരത്നവുമായിട്ടുള്ള സ്ക്രിപ്റ്റിലെ ചില ഇവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, മോഹൻ്റെ എന്തോ സജഷൻസ് മണിരത്നത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെയാണ് മോഹൻ പിന്മാറിയിട്ട് രഘുവരൻ ആ വേഷം ചെയ്തത്. രഘുവരൻ അന്ന് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നടനാണ്, പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വേഷമാണ് രഘുവരൻ ആ സിനിമ ചെയ്തത്. ഇത് ഗംഭീരമായിട്ട് ആ സിനിമ ഹിറ്റായിരുന്നു. അതിൽ ആനന്ദ് എന്ന് പറയുന്ന ഒരു നടൻ ആ സിനിമയിലുണ്ട്. ഇന്ന് ആ സിനിമ കാണുമ്പോൾ, അന്ന് ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അന്ന് വളരെ 10-21 വയസ്സേ ഉള്ളൂ. ആനന്ദ് എന്ന് പറയുന്ന ഒരു നടൻ അതിലൊരു വേഷത്തിലുണ്ട്, ഒരു പാട്ട് സീനിലുണ്ട്. ആ ഒരു കോളനിയിൽ താമസിക്കുന്ന ഒരു കാമുകനായിട്ടാണ് ആ കഥാപാത്രം. ആനന്ദിനെ തന്നെ പിന്നീട് മണിരത്നത്തെ സിനിമയിലൂടെ തന്നെ നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, തിരുടാ തിരുടാ എന്ന് പറയുന്ന ഒരു സിനിമ. അതിന് മുമ്പുണ്ട് ആനന്ദ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷെ തിരുടാ തിരുടയാണ് ആനന്ദ് എന്ന് പറയുന്ന ഒരു നടനെ എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയത്. മലയാളികൾക്ക് അദ്ദേഹത്തെ അറിയാവുന്നത് ടൈഗർ സിനിമയിലെ മുസാഫിർ എന്ന് പറയുന്ന ഒരു വില്ലൻ റോളായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് അഞ്ജലി. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സിനിമ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മണിരത്നം എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറുടെ എങ്ങനെ ഒരു ഇമോഷണൽ സിനിമ ഒരു കമേഴ്ഷ്യലാക്കി എടുക്കാം എന്നുള്ള മണിരത്നത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അഞ്ജലി എന്ന് പറയുന്ന സിനിമ.